മതത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത എന്താണ്? എല്ലാ മതങ്ങളും നല്ലതാണോ? എല്ലാ മതങ്ങളിലും ആത്മാർത്ഥ ഹൃദയമുള്ള ആളുകളുണ്ട്. ദൈവം അവരെ കാണുന്നു, അവരെക്കുറിച്ച് ദൈവത്തിന് ചിന്തയുണ്ട് എന്നൊക്കെ അറിയുന്നത് എത്ര സന്തോഷമാണ്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, മതത്തിന്റെ പേരിൽ പല ക്രൂരതകളും നടന്നിട്ടുണ്ട്. ചില മതങ്ങൾ ഭീകരപ്രവർത്തനം, വംശഹത്യ, യുദ്ധം, കുട്ടികളെ ചൂഷണം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളിൽ പോലും ഉൾപ്പെട്ടിരിക്കുന്നെന്ന് വാർത്താ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളെ എത്രയധികം വേദനിപ്പിക്കുന്നു. മത്തായി 24:3 മുതൽ 5 വരെ ഇങ്ങനെ വായിക്കുന്നു. യേശു ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിന്റെ അടുത്തു ചെന്ന് ഇങ്ങനെ ചോദിച്ചു, ഇതെല്ലാം എപ്പോഴായിരിക്കും സംഭവിക്കുക? അങ്ങയുടെ സാന്നിധ്യത്തിന്റെയും വ്യവസ്ഥിതി അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെയും അടയാളം എന്തായിരിക്കും? ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഞാൻ ക്രിസ്തുവാണ് എന്നു പറഞ്ഞ് പലരും എന്റെ നാമത്തിൽ വന്ന് അനേകരെ വഴിതെറ്റിക്കും. 11-12 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ധാരാളം കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അനേകരെ വഴിതെറ്റിക്കും. നിയമലംഘനം വർദ്ധിച്ചു വരുന്നത് കണ്ട് മിക്കവരുടെയും സ്നേഹം തണുത്തുപോകും. സത്യമതം ദൈവത്തിന് മഹത്വം കരയിടുന്നു, പക്ഷേ വ്യാജമതം ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്നു. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അത് പഠിപ്പിക്കുന്നത്. ദൈവത്തെക്കുറിച്ചും മരിച്ചവരെക്കുറിച്ചും അവ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്. എന്നാൽ തന്നെക്കുറിച്ചുള്ള സത്യം ആളുകൾ അറിയാനാണ് യഹോവ ആഗ്രഹിക്കുന്നത്. യഹസ്കേൽ 18:4 ഇങ്ങനെ വായിക്കുന്നു. ഇതാ, എല്ലാ ദേഹികളും എന്റേതാണ്. അപ്പന്റെ ദേഹി പോലെ തന്നെ മകന്റെ ദേഹിയും എന്റേതാണ്. പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കുക. 1 തിമോഥെയോസ് 2:3 മുതൽ 5 വരെ ഇങ്ങനെ വായിക്കുന്നു. ഇത് നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും സ്വീകാര്യവുമാണ്. എല്ലാത്തരം ആളുകൾക്കും രക്ഷ കിട്ടണമെന്നും അവർ സത്യത്തിന്റെ ശരിയായ അറിവ് നേടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനും ഒരാളേ ഉള്ളൂ, ക്രിസ്തു യേശു. മതത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് അവകാശപ്പെടുകയും വാസ്തവത്തിൽ സാത്താന്റെ ലോകത്തെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാൻ മതങ്ങൾക്ക് കഴിയില്ല. ദൈവവചനം വ്യാജമതങ്ങളെ ഒന്നാകെ വിളിക്കുന്നത് ബാബിലോൺ എന്ന മഹതി എന്നാണ്. ബാബിലോൺ എന്ന പേരിൽ പുരാതന കാലത്തൊരു നഗരമുണ്ടായിരുന്നു. നോഹയുടെ നാളിലെ ജലപ്രളയം കഴിഞ്ഞ് വ്യാജമത വിശ്വാസങ്ങൾ ആരംഭിച്ചത് അവിടെയാണ്. മനുഷ്യരെ വഞ്ചിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന മതങ്ങളെ ദൈവം പെട്ടെന്ന് തന്നെ നശിപ്പിക്കും. വെളിപാട് 17:1-2 ഇങ്ങനെ വായിക്കുന്നു. പിന്നെ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയ്ക്കുള്ള ന്യായവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവൾ ഭൂമിയിലെ രാജാക്കന്മാരുമായി അധാർമിക പ്രവൃത്തികൾ ചെയ്ത് തന്റെ ലൈംഗിക അധാർമികത എന്ന വീഞ്ഞുകൊണ്ട് ഭൂമിയിലുള്ളവരെ ലഹരി പിടിപ്പിച്ചു. 5 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ബാബിലോൺ എന്ന മഹതി, വേശ്യകളുടെയും ഭൂമിയിലെ വൃത്തികെട്ട കാര്യങ്ങളുടെയും മാതാവ് എന്ന നിഗൂഢമായ ഒരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിരുന്നു. 16-17 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നീ കണ്ട 10 കൊമ്പും കാട്ടുമൃഗവും വേശ്യയെ വെറുത്ത് അവളെ നശിപ്പിക്കുകയും നഗ്നയാക്കുകയും ചെയ്യും. അവ അവളുടെ മാംസം തിന്നിട്ട് അവളെ ചുട്ടുകരിച്ച് ഇല്ലാതാക്കും. കാരണം ദൈവത്തിന്റെ ഉദ്ദേശ്യം നടപ്പാക്കാൻ, അതെ, അവരുടെ എല്ലാ മനസ്സിലുള്ള ആ ഒരേ പദ്ധതി നടപ്പാക്കാൻ ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കും. അങ്ങനെ ദൈവത്തിന്റെ വാക്കുകൾ നിറവേറുന്നതുവരെ അവർ അവരുടെ ഭരണം കാട്ടുമൃഗത്തിന് കൊടുക്കും. വെളിപാട് 18:8 ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് മരണം, ദുഃഖം, ക്ഷാമം എന്നീ ബാധകൾ ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ വരും. അവളെ ചുട്ടുകരിച്ചില്ലാതാക്കും. കാരണം അവളെ ന്യായം വിധിച്ച ദൈവമായ യഹോവ ശക്തനാണ്. എന്നാൽ മറ്റൊരു സന്തോഷ വാർത്തയുമുണ്ട്. ലോകത്തെല്ലായിടത്തുമുള്ള വ്യാജമതങ്ങളിൽ ചിതറിക്കിടക്കുന്ന ആത്മാർത്ഥ ഹൃദയമുള്ള ആളുകളെ യഹോവ മറന്നു കളഞ്ഞിട്ടില്ല എന്നതാണത്. സത്യം പഠിപ്പിച്ചുകൊണ്ട് ദൈവം അവരെ കൂട്ടിവരുത്തുന്നു.
മീഖ 4:2 ഇങ്ങനെ വായിക്കുന്നു. അനേകം ജനതകൾ ചെന്ന് ഇങ്ങനെ പറയുന്നു, വരൂ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറിപ്പോകാം, യാക്കോബിൻ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലാം. ദൈവം തന്റെ വഴികൾ നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മൾ ദൈവത്തിന്റെ പാതകളിൽ നടക്കും. സിയോനിൽ നിന്ന് നിയമവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആളുകളെല്ലാം അവരവരുടെ ദൈവത്തിന്റെ നാമത്തിൽ നടക്കും, എന്നാൽ നമ്മൾ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. ആത്മാർത്ഥ ഹൃദയമുള്ള ആളുകൾ എന്തു ചെയ്യണം? സത്യം അറിയാനും നല്ലത് ചെയ്യാനും ആഗ്രഹിക്കുന്നവരെക്കുറിച്ച് യഹോവയ്ക്ക് ചിന്തയുണ്ട്. വ്യാജമത ഉപേക്ഷിക്കാൻ ദൈവം അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും. വെളിപാട് 18:4 ഇങ്ങനെ വായിക്കുന്നു. മറ്റൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. എന്റെ ജനമേ, അവളുടെ പാപങ്ങളിൽ പങ്കാളികളാകാനും അവൾക്കു വരുന്ന ബാധകളുടെ ഓഹരി കിട്ടാനും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവളിൽ നിന്ന് പുറത്തു കടക്ക്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സന്തോഷവാർത്ത കേട്ടപ്പോൾ ആത്മാർത്ഥ ഹൃദയമുള്ള ആളുകൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അങ്ങനെ അവർക്ക് പുതിയൊരു ജീവിത രീതിയെക്കുറിച്ച് യഹോവയിൽ നിന്ന് പഠിക്കാനായി. ജീവിതത്തിന് ഉദ്ദേശവും പ്രത്യാശയും തരുന്ന വളരെ സന്തോഷമുള്ള ഒരു ജീവിത രീതിയായിരുന്നു അത്. ഇന്ന് ജീവിക്കുന്ന നമുക്ക് അവർ ഒരു ഉത്തമ മാതൃകയാണ്. കാരണം സന്തോഷവാർത്ത സ്വീകരിച്ച അവർ യഹോവയ്ക്ക് ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകി. 1 തെസ്സലോനിക്കർ 1:8-9 ഇങ്ങനെ വായിക്കുന്നു. വാസ്തവത്തിൽ യഹോവയുടെ വചനത്തിന്റെ മാറ്റൊലി നിങ്ങളിൽ നിന്ന് മാസിഡോണിയയിലും അഖായയിലും പരന്നെന്നു മാത്രമല്ല, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം മറ്റെല്ലാ നാട്ടിലും പ്രസിദ്ധമാകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി അവിടെയൊന്നും കൂടുതലായി എന്തെങ്കിലും പറയേണ്ടതില്ല. ഞങ്ങൾ ആദ്യമായി നിങ്ങളുടെ അടുത്തെത്തിയതിനെക്കുറിച്ച് അവർ തന്നെ വിവരിക്കുന്നല്ലോ. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള സത്യദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ സേവിക്കുന്നതിനെക്കുറിച്ചും. 1 തെസ്സലോനിക്കർ 2:13 ഇങ്ങനെ വായിക്കുന്നു. വാസ്തവത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇടവിടാതെ ദൈവത്തിന് നന്ദി പറയുന്നതും. കാരണം ഞങ്ങളിൽ നിന്ന് കേട്ട ദൈവവചനം നിങ്ങൾ സ്വീകരിച്ചത് മനുഷ്യരുടെ വാക്കുകളായിട്ടല്ല, അത് യഥാർത്ഥത്തിലായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ തന്നെ വചനമായിട്ടാണ്. വിശ്വാസികളായ നിങ്ങളിൽ അത് പ്രവർത്തിക്കുന്നുമുണ്ട്. വ്യാജമത ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവരെ യഹോവ തന്റെ ആരാധകരുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തോടെ യഹോവ തരുന്ന ആ ക്ഷണം സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് യഹോവയുടെ സ്നേഹിതരാകാം. കൂടാതെ സത്യാരാധകർ അടങ്ങുന്ന സ്നേഹമുള്ള പുതിയൊരു കുടുംബവും നിത്യജീവനും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. മർക്കോസ് 10:29-30 ഇങ്ങനെ വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്തയെ പ്രതിയും വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിക്കേണ്ടി വന്ന ഏതൊരാൾക്കും ഈ കാലത്തു തന്നെ ഉപദ്രവത്തോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും ലഭിക്കും. വരാൻ പോകുന്ന വ്യവസ്ഥിതിയിൽ നിത്യജീവനും. 2 കൊരിന്ത്യർ 6:17-18 ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറത്തു കടന്ന് അവരിൽ നിന്ന് അകന്നു മാറും. അശുദ്ധമായത് തൊടരുത്, എങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും എന്ന് യഹോവ പറയുന്നു. ഞാൻ നിങ്ങളുടെ പിതാവും നിങ്ങൾ എന്റെ പുത്രന്മാരും പുത്രിമാരുമാകും എന്ന് സർവശക്തനായ യഹോവ പറയുന്നു. ദൈവം എങ്ങനെയാണ് എല്ലാ ദേശങ്ങളിലും സന്തോഷമുള്ള അവസ്ഥ കൊണ്ടുവരുന്നത്? വ്യാജമതങ്ങളുടെ മേൽ ന്യായവിധി വരാനിരിക്കുന്നു എന്നത് ഒരു സന്തോഷ വാർത്തയാണ്. ആ ന്യായവിധി നടപ്പാക്കുമ്പോൾ ലോകമെങ്ങുമുള്ള എല്ലാവർക്കും അടിച്ചമർത്തലിൽ നിന്ന് ഒരു മോചനം കിട്ടും. അതിനുശേഷം ഒരിക്കലും വ്യാജമതം മനുഷ്യരെ വഴിതെറ്റിക്കുകയോ ഭിന്നിപ്പിക്കുകയോ ഇല്ല. അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഐക്യത്തോടെ ഏകസത്യദൈവത്തെ ആരാധിക്കും. വെളിപാട് 18:20-21 ഇങ്ങനെ വായിക്കുന്നു. സ്വർഗമേ, അവളുടെ അവസ്ഥ കണ്ട് സന്തോഷിക്കൂ. വിശുദ്ധരെ,
അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ആനന്ദിക്കൂ. ദൈവം നിങ്ങൾക്കു വേണ്ടി അവളുടെ ന്യായവിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നെ ശക്തനായ ഒരു ദൈവദൂതൻ വലിയ തിരുകല്ല് പോലുള്ളൊരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, മഹാനഗരമായ ബാബിലോണിനെയും ഇങ്ങനെ വലിച്ചെറിയും, പിന്നെ ആരും അവളെ കാണില്ല. വെളിപാട് 21:3-4 ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു ശബ്ദം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, ദൈവം അവരുടെ കൂടെ വസിക്കും. അവർ ദൈവത്തിന്റെ ജനമായിരിക്കും. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചുകളയും. മേലാൽ മരണമുണ്ടായിരിക്കില്ല, ദുഃഖമോ നിലവിളിയോ വേദനയോ ഉണ്ടായിരിക്കില്ല. പഴയതെല്ലാം കഴിഞ്ഞുപോയി.